92% ഈ മെഡിക്കൽ പിഴവുകളും വരുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. പലതരത്തിലുള്ള എസ്റ്റിമേറ്റ് ഉണ്ട്. എങ്കിലും 6,000 മുതൽ 20,000 കോടി രൂപ വരെയാണ് കേരളത്തിലെ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ ആശുപത്രികൾ വാങ്ങാൻ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ചെലവാക്കിയതായിട്ടുള്ള പലതരത്തിലുള്ള കണക്കുകളുള്ളത്. ഈ 92 കേരളത്തിലെ 100-ൽ 92 സ്വകാര്യ മേഖലയിലായതുകൊണ്ട് ഇനി സ്വകാര്യ മേഖലയിലേക്ക് ഞങ്ങൾ പോകുന്നില്ലെന്ന് കേരളത്തിലെ മനുഷ്യർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുമോ? വാർത്തയിലുള്ളത് പങ്ക്തിയുടെ പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് നടന്ന ഒരു സർജറിയിൽ ഒരു വീട്ടമ്മയുടെ വയറ്റിൽ ഒരു കത്രിക വെച്ച് മറന്നു എന്നുള്ളതാണ്. കത്രിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ടേം അല്ല, അതിൻ്റെ മെഡിക്കൽ ടെക്നിക്കൽ ടേം വേറെയുണ്ട്. പക്ഷേ ഒരു ശസ്ത്രക്രിയാ വസ്തു മറന്നു വെച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനുശേഷം അടുത്തിടെയായി വലിയ വയറുവേദന ഉണ്ടായി. അവർക്ക് ദുസ്സഹമായ വേദന ഉണ്ടായി. അതിൻ്റെ ഭാഗമായി അവർ ഇന്ന് പരിശോധിച്ചപ്പോഴാണ് നേരത്തെ സർജറി കഴിഞ്ഞ് ഒരിക്കലും മറന്നു വെക്കാൻ പാടില്ലാത്ത ഒരു സാധനം അവരുടെ വയറ്റിൽ അത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും ആ ടീമിലുള്ള ആരോ അത് മറന്നു വെക്കുകയും അത് ഈ കാലം മുഴുവൻ അവരുടെ വയറിലിരുന്ന് വേദന എടുക്കുകയും അവർക്കൊരു സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയപ്പം പിന്നെ ഡോക്ടറെ അടുത്ത് പോയി എക്സ്റേ എടുത്തപ്പോൾ ഈ സംഭവം കണ്ടെത്തുകയും ചെയ്തത്. അത് നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. മെഡിക്കൽ പിഴവുകൾ ലോകത്തിൽ പലയിടത്തും സംഭവിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും സംഭവിക്കാറുണ്ട്. സ്വകാര്യ ആശുപത്രികൾ സംഭവിക്കാറുണ്ട്, സർക്കാർ ആശുപത്രികൾ സംഭവിക്കാറുണ്ട്. അത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്നുള്ളത് വളരെ സത്യമായും നടക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ നമ്മൾ നിരന്തരമായിട്ടുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടന്നത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം ആകെ കൂടി തകരാറിലാണ് എന്ന് പറയുന്നുള്ള പ്രചണ്ഡമായിട്ടുള്ള ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വസ്തുത അതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിനുശേഷം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് ആശുപത്രിയിൽ ചെന്നു. അതിന് ഒരസുഖമായിട്ട് ചെന്നതാണ്. ഒരു ഇഞ്ചക്ഷൻ എടുത്തു. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് വളരെ പെട്ടെന്ന് മരിച്ചുപോയി. അതൊരു സ്വകാര്യ ആശുപത്രിയിലാണ്. അത് ആ ആശുപത്രി നടത്തുന്ന ആരാണ് എന്ന് കണ്ട് അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചീത്ത പറഞ്ഞത് കൊണ്ടോ, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ അലംഭാവത്തിൻ്റെ കേന്ദ്രങ്ങളാണെന്നോ, അവർ വേണ്ടത്ര മുൻകരുതലെടുക്കാതെയാണ് രോഗികളെ ചികിത്സിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെത്ര വിശ്വസിക്കും? അത് ശരിയുമല്ല. ഇങ്ങനൊരു കാര്യം നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ചെയ്യാൻ ഏറ്റവും പ്രാഥമികമായി പറ്റുന്ന കാര്യം ഇതിൻ്റെ ഇരയായ ഈ അവഗണനയ്ക്ക്, ഈ നെഗ്ലിജൻസിനിടെ ഇരയായ മനുഷ്യന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ 5 വർഷം അവരനുഭവിച്ച വേദനയ്ക്ക്, അവർക്ക് ജീവിതത്തിൽ നഷ്ടമായിട്ടുള്ള ജീവിതത്തിൽ ചില സൗകര്യങ്ങൾക്ക്, അതിനൊന്നും നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു മിനിമം ഒരു സമൂഹത്തിൻ്റെ ഒരു ഖേദത്തിൻ്റെ അളവ് എന്ന നിലയ്ക്ക് അവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കുക. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കുക. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുക. അതിൽ കുറ്റക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക. അവർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള അവരെ നിയമപരമായ നടപടികൾ എടുക്കുക. ഇതേ നമുക്ക് ചെയ്യാനുള്ളൂ. അതല്ലെങ്കിൽ അത് ഒരു നിരന്തരം നടക്കുന്ന ഒരു സംഭവമാണ് എങ്കിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കാണാം. അതേസമയം ഇപ്പോൾ സംഭവിച്ചെന്നാൽ ഇത് 5 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. 5 വർഷം മുമ്പ് നടന്നിട്ടുണ്ടാവും, 10 വർഷം മുമ്പ് നടന്നിട്ടുണ്ടാവും, 20 വർഷം മുമ്പ് നടന്നിട്ടുണ്ടാവും. പല സമയത്തും കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ ഓരോ പുതിയ പ്രശ്നങ്ങളാണ് പലപ്പോഴും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നുള്ളത് ഇത് ഇനി ആവർത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോലും ഇത്തരം പിഴവുകൾ സംഭവിക്കാറുണ്ടെന്നുള്ള വസ്തുതയാണ്. ഇതിനെ മറികടക്കുന്നത് ഓരോ പ്രാവശ്യം സംഭവിക്കുമ്പോഴും അതിനെ പ്രോട്ടോക്കോളുകൾ മെച്ചപ്പെടുത്തി ആ പ്രോട്ടോക്കോളുകൾ കൂടുതൽ സ്ട്രിക്റ്റായിട്ട്, കൂടുതൽ കർശനമായി പാലിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമുക്കാകെ ചെയ്യാനുള്ളത്. അപ്പോഴും പലപ്പോഴും പിഴവുകൾ സംഭവിക്കും. അപ്പോൾ പിഴവുകൾ നമുക്കത് സംഭവിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒരാൾ ഒരു സർക്കാർ ആശുപത്രിയിലേക്കോ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കോ പോകുന്നത്
നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് സാധാരണ മനുഷ്യനൊന്ന് ജീവിച്ചു പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ആ അസുഖം ഭേദമായി നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ആശുപത്രിയിൽ ചെന്നിട്ട് പുതിയ ജീവിക്കാൻ വയ്യാത്ത മറ്റൊരവസ്ഥയുമായി തിരിച്ചു വരിക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതങ്ങനെയാണ് ഇത്ര വലിയ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രി ശൃംഖല എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളാണ്. അതിനകത്ത് മെഡിക്കൽ കോളേജുകളുണ്ട്, ജില്ലാ ആശുപത്രികൾ 17 എണ്ണമുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, കമ്മ്യൂണിറ്റി മെഡിക്കൽ സെൻ്ററുകളുണ്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലാണ്. നമ്മുടെ പൊതുമേഖലയിലുള്ള സർക്കാർ സംവിധാനങ്ങൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബെഡുകളുള്ളത്. അവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും ചെറുതും വലുതുമായ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പരിശോധനകൾ നടക്കുന്നത്. അവരുടെ ചെയിനിലാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ പരിശോധനകൾ നടക്കുന്നത്, ടെസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ന്യായമായിട്ടും ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് 92% ഈ മെഡിക്കൽ പിഴവുകളും വരുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതിൽ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ വലിയ ഭാഗം സർക്കാർ ആശുപത്രികളായിരിക്കുമ്പോഴും ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആകെ നടക്കുന്ന 100 കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ 92 അതിൽ 92 സ്വകാര്യ ആശുപത്രികളിലാണ്. 8 മാത്രമേ സർക്കാർ സംവിധാനത്തിൽ നിന്ന് വരുന്നുള്ളൂ. ഈ 100 വരാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ പാടില്ല എന്ന് ഞാൻ പറയും. ഈ 92 വരാൻ വേണ്ടി പാടുണ്ടോ? പാടില്ല. 8 വരാൻ വേണ്ടി പാടുണ്ടോ? പാടില്ല. കാരണം നമ്മൾ ഓരോരുത്തർക്കും അങ്ങനത്തെ അനുഭവം വന്നുകൂടാ. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം, നമ്മൾ മുഴുവനായി ഇല്ലാതാക്കാനുള്ള ഒരു സംവിധാനം ലോകത്ത് ഒരിടത്തുമില്ല. ഇതെല്ലായിടത്തും നടക്കുന്ന എല്ലായിടത്തും നിർഭാഗ്യകരമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം അതിൽ പരിഹരിച്ച് പോവുക എന്നുള്ളതല്ലാതെ ഈ 92 കേരളത്തിലെ 100-ൽ 92 സ്വകാര്യ മേഖലയിലായതുകൊണ്ട് ഇനി സ്വകാര്യ മേഖലയിലേക്ക് ഞങ്ങൾ പോകുന്നില്ലെന്ന് കേരളത്തിലെ മനുഷ്യർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുമോ? ഈ 100-ൽ 8 സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആശുപത്രികളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നില്ലെന്ന് കേരളത്തിലെ മനുഷ്യർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെയല്ല ഓരോ സമൂഹവും കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. സ്വകാര്യ ആശുപത്രികളിലുണ്ട്, സർക്കാർ ആശുപത്രികളിലുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ സർക്കാരുകൾ അങ്ങേയറ്റം ഉത്തരവാദിത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ പെരുമാറിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത്, പൊതുമേഖലയിൽ, അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ വികസനം എന്നുള്ളത് ഇതിനു മുമ്പുണ്ടാകാത്തതുപോലെയാണ്. പലതരത്തിലുള്ള കണക്കുകളുണ്ട്. എങ്കിലും ഏകദേശം 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിലും സംസ്ഥാന സർക്കാർ മാത്രമായി കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ഇനി അങ്ങോട്ട് ഇതുകൊണ്ടെല്ലാം കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ല. ഈ ആശുപത്രികൾ ഉണ്ടാക്കി ഇനി ഇവിടെ മുഴുവൻ ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ചിട്ടുള്ള. അപ്പോൾ കൊച്ചിൻ ക്യാൻസർ സെൻ്റർ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് 450 കോടി രൂപയുടെ ചിലവിലാണ് കൊച്ചിയിലൊരു സ്വകാര്യ സർക്കാർ മേഖലയിൽ ഒരു ആശുപത്രി, ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നത്. അവിടെ ധാരാളം 100-ലധികം തസ്തികകൾ പുതുതായിട്ട് സൃഷ്ടിച്ച് ഇപ്പോൾ സേവനം തുടങ്ങി. പക്ഷേ അത് മുഴുവനായോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഡോക്ടർമാർ വേണം, നഴ്സുമാർ വേണം, പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം. ഇതിനാവശ്യമായ ആളുകളെ നമ്മൾ നിയമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ശരി. അതിനു പകരം സംസ്ഥാനത്തെ ആരോഗ്യരംഗം മുഴുവൻ ആകെ വഷളായി എന്ന് മറ്റുള്ള വലിയ പ്രചരണം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. കാരണം അവരെ സംബന്ധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത ആളുകൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നതിൽ അധികം പേരും അങ്ങനെയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരേ ഒരു ആശ്രയം എന്നുള്ളത് സർക്കാർ ആശുപത്രികളിലാണ്. അപ്പോൾ ആ സർക്കാർ ആശുപത്രികളിൽ അങ്ങനെ വരുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ചികിത്സിക്കുന്ന, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന സർക്കാർ സംവിധാനത്തിൽ പിഴവുകൾ വരാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ന്യായമാണ്. അതിനുവേണ്ടി എല്ലാ മനുഷ്യരും ശബ്ദമുയർത്തേണ്ടതാണ്. സർക്കാർ അതിന് മറുപടി പറയേണ്ടതാണ്. പക്ഷേ എവിടെയെങ്കിലും എന്നെങ്കിലും നടന്ന ഒരു കാര്യം എടുത്തു വെച്ചുകൊണ്ട് ഈ സംവിധാനം ആകെ തകരാറിലായി, അത് മുഴുവൻ വെന്റിലേറ്ററായി എന്ന് മറ്റുള്ള പ്രചരണം നടത്തുന്നത് അത്ര നിഷ്കളങ്കമായ ഒരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ പല വലിയ ആശുപത്രികളും വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിയിരിക്കുകയാണ്. ആശുപത്രി നടത്തിപ്പുകാരല്ല അത് വാങ്ങിയിരിക്കുന്നത്. അത് പണം ലഭിക്കുന്ന ഒരു വ്യവസായമായി, വ്യവസായം എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ മാത്രം കളിയായി കേരളത്തിലെ സ്വകാര്യ ആരോഗ്യരംഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്.
പലതരത്തിലുള്ള എസ്റ്റിമേറ്റ് ഉണ്ട്. എങ്കിലും 6,000 മുതൽ 20,000 കോടി രൂപ വരെയാണ് കേരളത്തിലെ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിലെ ആശുപത്രികൾ വാങ്ങാൻ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ചെലവാക്കിയതായിട്ടുള്ള പലതരത്തിലുള്ള കണക്കുകളുള്ളത്. അവിടെ ഇന്നിപ്പം മലബാറിലെ ചില പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ, തിരുവനന്തപുരത്തെ ചില പ്രധാന ഹോസ്പിറ്റൽ, ഇതൊക്കെ ഈ കൂട്ടർ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് സാധാരണഗതിയിൽ വലിയ ഇൻഷുറൻസ് കവറേജ് സാധാരണക്കാരന് പോകുക എന്നുള്ളത് ആലോചിക്കേണ്ടതില്ല. സാധാരണ ഇൻഷുറൻസ് ഉള്ളവർക്ക് പോലും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ ഇൻഷുറൻസ് കവറേജ് ഉള്ള ആളുകൾക്ക് മാത്രമായി ഇത്തരം ആശുപത്രികളുടെ സേവനം ചുരുങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ പണം മുടക്കി കുറേ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നു എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു തരത്തിലുള്ള പിഴവുകളും ഒരു സംവിധാനത്തിലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ചികിത്സിക്കുന്ന രോഗിക്ക് ആശ്വാസം കിട്ടുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ചാൽ പിഴവുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ പിന്നെ ഒരു ദിവസം 10 പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യം എന്നുള്ളത് ഒരാളും മരിക്കാത്ത ഒരു സംവിധാനമാണ്. അതിൽ ഈ 10 പേരിൽ അധികം കാൽനടക്കാരായ മനുഷ്യരാണ്. അവർ മരിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ്. പക്ഷേ സംഭവം അതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ്. ഡേറ്റ അതാണ്. അത് അതാണ് ഒരു വസ്തുത എന്നുള്ളത്. അതുകൊണ്ട് ഈ പിഴവുകൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ അതിൻ്റെ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടും, അത് പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ടോ, സർക്കാർ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളും നടത്തുന്നുണ്ടോ എന്നുള്ള ആലോചനയാണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ല് മലയാളത്തിലാക്കിയാൽ കുളിപ്പിക്കുന്ന തൊട്ടിയും കുഞ്ഞിനെയും നമ്മൾ ഒരുമിച്ച് വലിച്ചെറിയുക അല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്നുള്ളത് സാമാന്യം ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ഒരു എലി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ വീടിൻ്റെ അടിത്തറ മാന്തിക്കൊണ്ടിരിക്കുന്ന ഒരു എലി ഉണ്ടായിരിക്കും. പക്ഷേ ആ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എലിയെ ഐഡൻറ്റിഫൈ ചെയ്യുക, എലി എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക, അയാൾ പണിയെടുക്കുന്ന സമയം നോക്കുക, എങ്ങനെ അയാളെ പിടികൂടാൻ പറ്റുമെന്ന് നോക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ആ കെട്ടിടം മുഴുവൻ പൊളിച്ച് എലിയെ പിടിച്ചു കളയാം എന്ന് ചിന്തിക്കുന്നത് അതത്ര നിഷ്കളങ്കമായ ഒരു ചിന്തയല്ല. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ വാർത്തകളിലും മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഇതിനുള്ള ശ്രമമാണ്. കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും കമ്മ്യൂണിറ്റി മെഡിക്കൽ സെൻ്ററുകളും അടക്കം ഫാമിലി ഹെൽത്ത് കെയർ സെൻ്റർ അടക്കം കേരളത്തിൽ ഈ വലിയ ശൃംഖല മുഴുവൻ ആകെ കൂടി പൊളിഞ്ഞ് നാശകോശമായി. ഇനി അങ്ങോട്ട് ആർക്കും പോകാൻ വേണ്ടി പാടില്ല. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന് യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്തൊരു ഖേദകരമായ ഒരു കാര്യമാണ്. അങ്ങനെയല്ലല്ലോ വസ്തുതകൾ. കേരളത്തിൽ ഓരോ ദിവസവും 100 കണക്കിന് വലിയ മേജർ ശസ്ത്രക്രിയകൾ നടക്കുന്ന സർക്കാർ സംവിധാനത്തിൽ, സ്വകാര്യ സംവിധാനത്തിൽ നടക്കുന്നുണ്ട്. ഈ 2 രംഗത്തും അപൂർവമായെങ്കിലും നിർഭാഗ്യകരമായ വിധത്തിലുള്ള വീഴ്ചകൾ വരാറുണ്ട്. അതല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിപ്പം ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുന്നത് 1933 അത് പാൻക്രിയാസുമായി ബന്ധപ്പെട്ട ഒരു ശസ്ത്രക്രിയയാണ്. അന്ന് ആ ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞാൽ അത് മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഈ ശസ്ത്രക്രിയ നടത്തുക. അതായത് വേറൊരു നിവൃത്തിയില്ലാത്ത ഒരു രോഗിയിലാണ് ശസ്ത്രക്രിയ നടത്തുക. അപ്പോൾ ജയിച്ച് കിട്ടിയാൽ കിട്ടി എന്നുള്ള മട്ടിലാണ് വിപ്പിൾ സർജറി എന്ന് പറയുന്നത്. സർജറി ഞാനത് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആ സർജറി നടത്തുമ്പോൾ അതിനകത്ത് 99% മനുഷ്യരും യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു വളരെ മേജർ സർജറിയാണ്. പക്ഷേ ഒരു സമയത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ സർജറികൾ നടക്കുന്ന സമയങ്ങളിൽ മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ നിവൃത്തിയില്ലായ്മ കൊണ്ടാണ്. നമുക്ക് അതിൻ്റെ അപ്പുറം മറികടക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾക്ക് പലയിടത്തുണ്ടായി. അത്ഭുതകരമായിട്ട് ചില ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിട്ടെന്തായി? ഇപ്പോൾ നമുക്കിത് മുൻകൂട്ടി കാണാനും ഈ സർജറിക്ക് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പോഴുണ്ട്. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ, അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5 കുഞ്ഞുങ്ങൾ ഇപ്പോഴും മരിക്കുന്നു. നമ്മൾ കണക്കാക്കേണ്ട കാര്യം ഇപ്പോഴും മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് ലോകത്തിൽ ഒരിടത്തും സാധിക്കുന്നില്ല. ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള അമേരിക്കയിൽ പോലും 1000 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ 5.7 6 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. പക്ഷേ കേരളത്തിൽ 5 കുഞ്ഞുങ്ങളെ മരിക്കുന്നുള്ളൂ. നമ്മൾ അത്ര ബുദ്ധിമുട്ടിയുണ്ടാക്കിയ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സർക്കാർ നടപ്പാക്കിയ ഒരു ഹൃദ്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾ മരണസംഖ്യ 9,
11ഉം 9ഉം ഒക്കെ ആയിരുന്ന സമയമുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് വരുന്നില്ല. അതായത് എന്ത് വന്നാലും 9, 10, 11 കുഞ്ഞുങ്ങൾ മരിക്കുന്ന അവസ്ഥയുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആലോചനയ്ക്ക് ശേഷമാണ് ഹൃദ്യം എന്ന് പറഞ്ഞൊരു പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. അതനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഗർഭിണികളായ ഒരു കുഞ്ഞടക്കം, ഗർഭിണികളായ സ്ത്രീകൾക്കടക്കം, ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങൾക്കടക്കം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഹൃദയ സംബന്ധമായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ സംസ്ഥാന സർക്കാർ ആ കുഞ്ഞിൻ്റെ ചികിത്സയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ മാത്രമല്ല ആ പദ്ധതിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പല വലിയ സ്വകാര്യ ആശുപത്രികളും ആ പദ്ധതിയുടെ ഭാഗമാണ്. അവരുടെ സാധാരണഗതിയിൽ അവർ ചാർജ് ചെയ്യുന്ന പണത്തിൻ്റെ 5-ലൊന്നോ 10-ലൊന്നോ പോലും മാത്രം വാങ്ങിയാണ് സ്വകാര്യ ആശുപത്രികൾ ഈ ശസ്ത്രക്രിയകൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൂടി എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ ഓരോ കുഞ്ഞുങ്ങളുടെയും ഓരോ മനുഷ്യൻ്റെയും ജീവിതം, അതിന് നേരെ ഉണ്ടാകുന്ന ആരോഗ്യപരമായ വെല്ലുവിളി നേരിടാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു വസ്തുതയാണ്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ളതാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് 11-ൽ നിന്ന് 5-ലേക്ക് വന്നത് ആകസ്മികമായിട്ട് വന്നതല്ല. അതിൻ്റെ പുറകിൽ കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി അധികൃതരും രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ബ്യൂറോക്രസിയും ഒക്കെ നമ്മൾ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്നിടത്ത് 11 പേർ മരിക്കുന്നു എന്നുള്ളിടത്ത് നിന്നും 5-ലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവന്ന് 6 കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്തു. അത് നമ്മുടെ സ്വകാര്യ പൊതുമേഖല എല്ലാവരും കൂടി ചെയ്ത കാര്യമാണ്. അത്തരം വലിയ എഫർട്ടുകൾ അതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തോട് ചോദിക്കേണ്ടത്, ഇത് പരിഹരിക്കാനുള്ള, ഇപ്പോഴും ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. അതിന് പകരം ഈ സംവിധാനം ആകെ കൂടി വെന്റിലേറ്ററിലായി, ആകെ കൂടി പൊളിഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ വലിയ പ്രചരണം നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് നടത്തുന്ന, അവരോട് ചെയ്യുന്ന വലിയൊരു അതിക്രമമായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നു. അതിലൊരു മര്യാദകേടുണ്ട്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും ശരിയായ കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ അതിനൊരു കൃത്യമായ പാറ്റേൺ ഇല്ലാത്ത, ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രചരണം എന്നുള്ളത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ ആലപ്പുഴയിലെ കേസ് നടക്കുന്നത്? 5 വർഷം മുമ്പാണ്. അതിനു മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതായിട്ട്, അത് ഏത് ആശുപത്രിയിലാണ് എന്ന് പോലും ഇതുവരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല. അത് നടന്നത് 12 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ 10 വർഷം മുമ്പാണ്. അപ്പോൾ ഇങ്ങനെ പല വർഷങ്ങൾക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ എടുത്തു വച്ചിട്ട് ഈ ആരോഗ്യരംഗം ആകെ കൂടി പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രചരണം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ വാർത്തയ്ക്ക് പിറകിൽ ഒരു അജണ്ടയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സർക്കാരിൻ്റെയോ പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ ആരോഗ്യ സംവിധാനം, ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് തിരുവിതാംകൂർ രാജ്യത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മുടെ സംസ്ഥാനം മുമ്പോട്ട് രൂപീകൃതമായതിനു ശേഷം വലുതായതാണ്. 1800-കളിൽ, 800-ൻ്റെ ആദ്യം, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം നമ്മുടെ രാജ്യത്തൊരു ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അന്ന് തുടങ്ങി നമ്മൾ ശ്രമിച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പം ഞാൻ 11-ൽ നിന്ന് 5-ലേക്ക് കുറഞ്ഞു ശിശുമരണ നിരക്ക് എന്ന് പറയുമ്പോൾ, ഈ 11 പോലും ഇന്ത്യയിൽ മൊത്തം അത് 28ആണ് ഉള്ളപ്പോഴാണ് കേരളത്തിൽ 11 ആയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 നൂറ്റാണ്ടായി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മുഴുവൻ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ എടുത്തു വച്ചിട്ട് ഈ സിസ്റ്റം മുഴുവൻ തകരാറിലായി എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രചരണം ഒരു കാരണവശാലും നടത്താൻ വേണ്ടി പാടുള്ളതല്ല. നമ്മൾ ആവശ്യപ്പെടേണ്ടത്, മനുഷ്യർ എന്ന നിലയ്ക്ക്, ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മൾ ആവശ്യപ്പെടേണ്ടത്, ഓരോ രോഗിക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നുണ്ട്, അതിനുള്ള സംവിധാനം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് സർക്കാരിനോട് ചോദിക്കുക എന്നുള്ളതിൽ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും ആശുപത്രിയിലെ അറ്റൻഡർ തുടങ്ങി മുഖ്യമന്ത്രി വരെയുള്ള മനുഷ്യർ അതിൻ്റെ പുറകെയുണ്ട്. അപ്പോൾ അതിൽ നടക്കുന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ എടുത്തു വെച്ച് ഇവർ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും, അല്ലെങ്കിൽ ഇത്രയും കാലം ഇതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരും സർക്കാരുകളും ആരോഗ്യമന്ത്രിമാരും എല്ലാവരും നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും റദ്ദാക്കുന്ന തരത്തിലുള്ള പ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്.
അത് ഗുണകരമായ ഒരു കാര്യമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആരോഗ്യ വകുപ്പിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതാണ്. എല്ലാ സർക്കാർ ആശുപത്രികളിൽ പരിമിതികളുണ്ട്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പിന്നെ പണം നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല, നമ്മുടെ കയ്യിലുമില്ല. അപ്പം നമ്മൾ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ നമുക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നതിൻ്റെ കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് അവർ തരുന്ന ബില്ല് നമ്മൾ അടയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനപരമായ പല വിഷമതകളുമുണ്ട് എന്ന് അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച നമ്മൾ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ആരോഗ്യവകുപ്പിലുള്ള ആളുകൾക്കറിയാം അവർ എത്രത്തോളം പരിമിതികൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നതെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിമിതികൾ കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം. നമുക്ക് മെച്ചപ്പെട്ട ആശുപത്രി കെട്ടിടങ്ങളുണ്ടാകുന്നു, മെച്ചപ്പെട്ട എക്വിപ്മെൻറ്റുകൾ ഉണ്ടാകുന്നു, രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൂടുതലുണ്ടാകുന്നു, ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടു വരുന്നു. ഇതിലൊക്കെ സർക്കാർ വലിയ തോതിൽ പണം മുടക്കുന്നു. ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ വസ്തുതകളാണ്. അപ്പോൾ അതിൽ നമ്മൾ കണക്കാക്കേണ്ടത് എന്ന് ഉത്തമ ബോധ്യമായി എനിക്കുള്ള കാര്യം ഇതാണ്. ഈ ഓരോ പിഴവുകളും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനുള്ള പരിഹാരം കാണണം. അതേസമയം ഈ പിഴവുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ള പ്രചരണം അത് ദുരുപദിഷ്ടമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇക്കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഒപ്പം നിൽക്കണം, സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതെല്ലാം പ്രശ്നത്തിലാണ് എന്നുള്ള പ്രചരണത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.